എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ ചക്കര തുണ്ടാണ് കണ്ടതയ്യാ. പണ്ടൊക്കെ ഈ നായികമാരുടെ പുറമേ ഇങ്ങനെ പാടിക്കൊണ്ടു. ഇപ്പം പെണ്ണുകൾ പറഞ്ഞു ഡാഡി മമ്മി വീട്ടിലില്ല, കയറി വാടാമില്ലാതാ ഒക്കെ പരികളാണ് പറയുന്നത്. അല്ല, ഡിക്രൂസ് പറയുന്നത് പണ്ടാണെങ്കിൽ പുരുഷന്മാര് എന്താ പറയാ യുവതികളുടെ പിന്നാലെ നടക്കും, പാട്ടുപാടി നടക്കും. ഇന്നാണെങ്കിൽ യുവതികള് പുരുഷന്റെ പിന്നാലെ ഡാഡി മമ്മി ഒന്നും വീട്ടിലില്ല, വാ ബിൻലാദ. എന്താണ് ബിൻലാദ എന്ന് വിളിക്കുന്നത്? എന്തായാലും പാട്ട് ഹിറ്റാണ്. പക്ഷെ ആ പാട്ട് പാടിയപ്പോൾ മലയാളത്തിലെ നല്ലൊരു നടിയാണ്, മമത മോഹൻദാസ്, നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതല്ല. അല്ല സാർ, ഇന്നിപ്പോ വീട്ടിലോട്ട് വിളിച്ചു വരുത്താന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ 120 വയസ്സ് വരെ ജീവിച്ചോണ്ടിരുന്ന മനുഷ്യൻ ഇപ്പൊ 60 വയസ്സ് വരെ തിരിഞ്ഞപ്പോ എല്ലാം ഫാസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ പണ്ടത്തെ കണക്കുള്ള പ്രേമിച്ച് സമയം കളയാനില്ല, പെട്ടെന്ന് പ്രേമം പോലും ചുരുങ്ങി കാണും. പ്രേമത്തിന്റെ ആയുസ് തന്നെ കുറഞ്ഞു, മനുഷ്യായുസ് കുറയുന്നതനുസരിച്ച് എല്ലാത്തിനും. അപ്പൊ മൊയ്തീന് വേണ്ടി കാഞ്ചനമാല കാത്തിരുന്ന പോലെ ഇനി ആരും കാത്തിരിക്കില്ലെന്നാണ്. പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല, എങ്കിലും 100-ലൊരു 5% ചിലപ്പോൾ കാത്തിരിക്കുമായിരിക്കും, ബാക്കി 95% ഫാസ്റ്റ് ലൈഫിലേക്ക് പോകും. അതല്ല, എല്ലാരും ചൊല്ലണം കല്ലാണ് നെഞ്ചിലെന്ന്. അതായത് വളരെ പരുക്കനാണെന്ന് എല്ലാരും പറയുന്നു. പക്ഷെ ഞാൻ തൊട്ട് നോക്കിയപ്പോ നീലക്കരിമ്പിന്റെ. പക്ഷെ സാറേ നേരത്തെ മൊയ്തീൻ്റെ കാര്യം പറഞ്ഞു, ആ മൊയ്തീനൊക്കെ അംഗീകരിക്കേണ്ട മൊയ്തീനാണിത്. ഒരു കാഞ്ചനമാലയേ ഉള്ളൂ കാത്തിരിക്കാൻ, ഇത് 3-4 കാഞ്ചനമാലയുണ്ട്. ലൊക്കേഷനിൽ ഓരോ കാഞ്ചനമാല. ഏത് ജൂനിയർ ആർട്ടിസ്റ്റ് വന്നാലും അപ്പ ഈ മൊയ്തീന് കാഞ്ചനമാല, നായിക നമ്മെ കണ്ട കാഞ്ചനമാല. അല്ല, ഇവിടെ എല്ലാ സ്ഥലങ്ങളിൽ നമുക്ക് അങ്ങനെ ലൊക്കേഷനിൽ കാഞ്ചനമാല ഉണ്ടാവാനാ? ഈറ്റുകളൊന്നും ഒഴിഞ്ഞിട്ട് വേണ്ടേ? നിങ്ങൾ അങ്ങോട്ടല്ലേ നോക്കി കണ്ടോ, ഏത് സമയത്ത് ആ ചങ്ങായി ഏതിലൊരു പെണ്ണിന്റെ കൂടെ ഉണ്ട്. നമ്മൾ ഉദാഹരണം പറഞ്ഞുതരാം, വടിയുമ്പിൽ സാരി ചിറ്റാതി ഡയറക്ടർ പെണ്ണുങ്ങളെ കൂടി ഇരിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു പവർ അല്ലേടാ. ഇവരൊക്കെ ഉള്ളപ്പോ നമ്മക്ക് എവിടുന്ന് കാഞ്ചനമാല പോയിട്ട് വെറും മുത്തുമാല. പരസ്പരം കുറ്റം പറയാനാണോ അതോ? സാർ ഞാൻ സംസാരിച്ചോട്ടെ, അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. സാർ ദേഷ്യം തോന്നുന്നില്ല, എന്തും ചോദിക്കാം. അല്ല, സാറ് വൈഫിനെ എന്താ വിളിക്കുക? അല്ല, ഞാൻ എന്തായിരുന്നാലും എൻ്റെ വൈഫിനെ ഞാനത് ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ചക്കരെ മുത്തേ പാലേ തേനേന്നൊന്നും വിളിക്കാറില്ല, ഞാൻ വിളിക്കാറില്ല. എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ വിളിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഇതുവരെ വിളിച്ചിട്ടില്ല? ഇല്ല. അത് അങ്ങനെ വിളിക്കേണ്ട കാര്യം എന്താ സ്വന്തം ഭാര്യ ചക്കരെ മുത്തേ പൊന്നെ, അതിലൊക്കെ ഒരു നല്ല പൈങ്കിളിയുണ്ട്. ആ പൈങ്കിളി എനിക്കിഷ്ടമല്ല. ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അവരോട് എതിർപ്പൊന്നുമില്ല, ദേഷ്യമൊന്നുമില്ല. ഇപ്പോൾ ഡിക്രൂസിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. ഡിക്രൂസ് അങ്ങനെ വിളിക്കുകയാണെങ്കിൽ അത് ഡിക്രൂസിൻ്റെ ഇഷ്ടം. നമ്മൾ വേറെ കാര്യം ചോദിക്കട്ടെ, സാറ് ഈ പ്രേമിച്ചിനോ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ? അല്ല, പ്രേമം എന്ന് പറഞ്ഞാൽ കോളേജ് ഡേയ്സിലുള്ള ഒരു അട്രാക്ഷനൊക്കെ തീർച്ചയായിട്ടും ആദ്യം പേര് പറയാൻ പറ്റും? പേര് പറയണ്ട, അത് ഓൽക്ക് മാനക്കാടായിരിക്കും. എന്നാലും ഇന്നൊരാൾ ഇങ്ങനെയുള്ളതെന്നൊക്കെ പറയാൻ പറ്റും നമ്മക്ക്. അല്ല, ഓരോ കല്യാണമൊക്കെ കഴിഞ്ഞു അതൊന്നുമില്ല, ഓരോ ഭർത്താവ് കേട്ടോ. ഭർത്താവ് കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതൊരു അട്രാക്ഷൻ എന്നുള്ള കാര്യത്തിൽ കോളേജിൽ പഠിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആരോടെങ്കിലും ഒക്കെ ഇഷ്ടം തോന്നുക സ്വാഭാവികം. ഇവനൊക്കെ കോഴിക്കോട് ആസാം കോടതി പഠിക്കുമ്പോൾ തൊട്ട് പ്രേമുള്ളവനായിരുന്നു പറയുന്നത്, അംഗനവാടിയിലൊക്കെ. ഇല്ല, ലെറ്റർ ഒന്നും എഴുതിയിട്ടില്ല. എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്ത് ഒരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ നീ എത്ര പഠിക്കുന്നത്? 10ാം ക്ലാസ്സിൽ. 10ാം ക്ലാസ്സിലോ? കൊച്ചവിടെ അംഗനവാടിയില്ല? ഇതൊന്ന് പറയാൻ സമ്മതിക്കൂടെ സാറേ? അങ്ങനെ ഞാൻ പഠിക്കുന്ന സമയത്ത് പ്രണയിച്ചു ശാലിനി എന്ന് പറയുന്നൊരു പെണ്ണിനെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പെണ്ണ് കണ്ടില്ലായിരുന്നു അവിടെ? ഞാനിത് പറയത്തില്ല, പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഫ്ലോ തെറ്റിക്കുന്നു. ഈ ശാലിനി ഒരു ദിവസം ഇങ്ങനെ പഠിച്ചിട്ട് ഇങ്ങനെ വരുന്ന വഴി ഞാൻ തടഞ്ഞം കറത്തി, ശാലിനി നിൽക്ക്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അപ്പോൾ ഇവള് ഒരു ചെയ്തതെന്ന് പറഞ്ഞാൽ അവളൊരു മയിൽപ്പീലി എൻ്റെ കയ്യിലെടുത്ത് തന്നിട്ട് പറഞ്ഞു, ഈ മയിൽപ്പീലി എന്ന് പ്രസവിക്കുന്നു അന്ന് നമ്മുടെ വിവാഹം വന്നു. നമുക്ക് ഈ ട്രിക്ക് അറിയാം, മാനം കണ്ട മയിൽപ്പീലി പെറൂല്ല. ഞാനിങ്ങനെ സാമൂഹ്യവാദം ബുക്കിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് പൂജാമുറി കൊണ്ടുവച്ച്, എന്നിട്ട് എല്ലാ വർഷവും എടുത്ത് തുറന്ന് നോക്കും, ഇത് പ്രസവിച്ചോ. അങ്ങനെ 1 വർഷമായി, 2 വർഷമായി, 3 വർഷമായി. മയിൽപ്പീലി പ്രസവിച്ചില്ല. ഈ പറഞ്ഞ ശാലിനി 2 എണ്ണം പ്രസവിച്ചതല്ലാതെ മയിൽപ്പീലി പ്രസവിച്ചില്ല. അവസാനം പിന്നെ അതൊക്കെ വിട്ട്. ആ ഒരു പ്രണയം മനസ്സിലേക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ശാലിനിയുടെ മനസ്സിൽ എന്തായിരുന്നു? ശാലിനി എന്നെ മനഃപൂർവ്വം പറ്റിച്ചതാണ്. മയിൽപ്പീലി ശാലിനി പിന്നെ കണ്ടിട്ടുണ്ടോ?
ഇല്ലല്ല, പിന്നെ പിന്നെ വേറൊരു പെണ്ണ് ജാസ്മിൻ എന്ന് പറഞ്ഞൊരു മുസ്ലിം പെണ്ണ. ഒരു ദിവസം ഞാൻ ഉമ്മ ചോദിച്ചു, ഉമ്മ തന്ന ഉമ്മ തന്നില്ല, പക്ഷെ വാപ്പ തന്നു. ഈ പെണ്ണിക്ക് ഇന്ന് എനിക്ക് ഇങ്ങനെ തിരിയുമ്പോൾ വേദനയുണ്ട്. അതോടുകൂടി അതങ്ങ് നിർത്തി. എന്തായാലും പെണ്ണിൻ്റെ മനസ്സിലെ ചിന്ത എന്താണ് എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു കാമുകൻ്റെ ശ്രമം അത് ഭാസ്കരൻ മാഷ് മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ പാട്ട് ഏതെന്നറിയോ? കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളക്കിലുക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോ ഒരു നറുക്കിന് ചേർക്കണേ. വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ വെറുതെ ഞാൻ എന്തിനെരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ്. കാമുകിയോട് പറയാണ്, വേറെയാണ് വിചാരമെങ്കിൽ എന്നോട് സ്നേഹമോ പ്രേമോ ഒന്നും ഇല്ലെങ്കിൽ അത് നേരത്തെ പറഞ്ഞാൽ മതി, വെറുതെ ഞാൻ എന്തിനാ ഈ കമ്പ് കുത്തി അടക്കണമെന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ് അല്ലേ? ശാലിനിയോട് അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ കുഴപ്പം വരില്ല. അല്ല, വടിയും കുത്തി നടക്കുന്ന പിന്നെ അച്ഛൻ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വടിയും കുത്തി നടക്കേണ്ടി വന്നു. ചുമയുണ്ട്. ഒരു കാര്യം നിസ്സംശയം പറയാം, ഇത്തരത്തിലുള്ള ഒരു ചർച്ച സിനിമയിൽ ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ടുണ്ടോ കാതരൻ? ഒരിക്കലും ഇല്ല. ഈ ഒരു പാട്ടിന് ചിലപ്പോൾ ചിലർ അത് 4 വരി പാടിയിരിക്കാം, ചിലപ്പോൾ റിയാലിറ്റി ഷോയിൽ ഒരു 8 വരി പാടിയിരിക്കാം. ഈ പാട്ടിൻ്റെ പിന്നിലുള്ള കഥകൾ അല്ലെങ്കിൽ പാട്ടിൻ്റെ പിന്നിലുള്ള വികാരം അത് ചർച്ച ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മളായിരിക്കും ആദ്യം, അല്ലേ? അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ബാക്കിയുള്ള പാട്ടുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീണ്ടും ഇപ്പോൾ ഷോർട്ട് റെഡി ആണെന്ന് തോന്നുന്നു. നമ്മളിവിടെ ഇങ്ങനെ ഡിസ്കഷൻ ചെയ്യുന്നതുകൊണ്ട് ഡയറക്ടർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നോ പ്രോബ്ലം, അതിൻ്റെ ഫ്രീ ടൈം വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ, കുഴപ്പമില്ല. സ്ക്രിപ്റ്റ് നന്നാക്കണം, ഇതിനു വേണ്ടി പരമാവധി സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം. പക്ഷേ സ്ക്രിപ്റ്റ് നന്നാക്കണം, ഹ്യൂമർ ഉണ്ടാവണം. ഓക്കെ? ഓക്കെ.